ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പരാതിക്കാരി പോലും പറയാത്ത ആരോപണങ്ങൾ പോലീസ് തനിക്കെതിരെ പറയുന്നുവെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിക്കും. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങളുമായി രാജ്യതലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. ബൽറാം, പറയൂ. ഗുഡ് മോർണിംഗ് എസ്. നടൻ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. അദ്ദേഹത്തിനെതിരായ ബലാത്സംഗ കേസിൽ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. പ്രധാനമായും പോലീസ് പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത അത്ര കടുത്ത ആരോപണങ്ങളാണ് പോലീസ് തനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ദിഖ് കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി അധിക സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നും തൻ്റെ പക്കലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നും സിദ്ദിഖ് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ കൈവശമില്ലാത്ത ആ കാലഘട്ടത്തിൽ 8 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും മറ്റ് ഉപകരണങ്ങളുമാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ താൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. ഈ ഉപകരണങ്ങൾ തൻ്റെ കൈവശം ഇപ്പോൾ ഇല്ല എന്നുമാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ കഴിഞ്ഞ തവണ അറിയിച്ചത്. അക്കാര്യങ്ങൾ ഇന്നും അറിയിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ പരാതിക്കാരിയുടെ ഉപകരണങ്ങൾ പരിശോധിക്കാം എന്നും സിദ്ദിഖിൻ്റെ മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്തഗി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് തൊണ്ടവേദനയാണ്, അതുകൊണ്ട് തന്നെ കേസ് മാറ്റിവെക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു കോടതിക്ക് മുന്നിൽ. അത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്നും ഇക്കാര്യങ്ങൾ തന്നെ സിദ്ദിഖിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കും. അതേസമയം സിദ്ദിഖിന് ജാമ്യം ലഭിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നും ചോദ്യങ്ങൾക്ക് പോലും മതിയായ തരത്തിലുള്ള തൃപ്തികരമായ ഉത്തരം സിദ്ദിഖ് നൽകുന്നില്ല എന്നുമാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ നിലപാടെടുക്കുന്നത്. ഇക്കാര്യങ്ങൾ തന്നെ അറിയിക്കും. സിദ്ദിഖിന്റെ ജാമ്യം നൽകുന്നതിനെ ശക്തമായി തന്നെ എതിർക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇന്ന് സുപ്രീം കോടതിയുടെ 12ാം നമ്പർ കോടതിയിൽ 5ാമത്തെ ഐറ്റമായാണ് സിദ്ദിഖിന്റെ ജാമ്യ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 11 മണിയോടുകൂടി തന്നെ സിദ്ദിഖിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. നിമിഷങ്ങൾക്കകം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമറിയാം. സിദ്ദിഖ് ഈ ഹർജിയിൽ ഇന്ന് തീർപ്പുണ്ടായേക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി.